ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ദ ഗുഡ്നെസ് ഓഫ് ഈസ്റ്റർ. ഉയർപ്പ് ദിനത്തിൻ്റെ നന്മ. എല്ലാറ്റിലും എന്തുണ്ട്? നന്മ. പ്രൈസ് ഗോഡ്. So today I'm going to share with you the goodness of Easter. ഉയർപ്പ് ദിനത്തിൻ്റെ നന്മ. 3 വാക്യങ്ങൾ ആർക്കെങ്കിലും വേഗത്തിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. Gospel of John chapter 20 verse 1 to 18, and after that the second person can read Romans chapter 8 verse 11. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം രണ്ടാമത് വായിക്കുക. മൂന്നാമത് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. Philippians chapter 3 verse 10. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന്റെ പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവരെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട കല്ലറയ്ക്ക് ചെന്നു. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കെത്തി കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്ന കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്നു. കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നു. അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്തിൽ ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. ആദ്യം കല്ലറയ്ക്കിലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തി എന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടാവുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്തെ കരഞ്ഞോട് നിന്നു. കരയുന്നതിൽ കല്ലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലക്കിലും ഒരുത്തൻ കാലത്തിലും ഇരിക്കുന്ന കണ്ടു. അവൾ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവരെവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് ആര് തിരിയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനും നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവരെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു ഞാൻ അവരെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവരുടെ അടുക്കൽ ഞാൻ കയറി പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മറ്റൊരുക്കാരി മറിയ വന്ന് കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെയും ജീവിക്കും. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടെ അനുഭവപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമുക്ക് ആവശ്യമായ ആലോചന നൽകി തിരുമാറാകട്ടെ. ഉയർപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസമെല്ലാം വ്യർത്ഥമാണ്. സകല മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് ആരാധിക്കപ്പെടുന്ന, ലോകത്തിൽ മതങ്ങളാൽ ആരാധിക്കപ്പെടുന്ന സകല ഗുരുക്കന്മാരുടെയും കല്ലറകൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുമ്പോൾ സ്വതവേ തുറക്കപ്പെട്ട ഒറ്റ കല്ലറ, അത് യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്.
അതാരും വെട്ടിപ്പൊളിച്ചതല്ല, അകത്തുനിന്ന് തുറന്ന യേശുക്രിസ്തുവിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി കല്ലറയെ പൊട്ടിച്ച് ജീവനുള്ളവനായി പുറത്തു വന്നു. ഇന്ന് രാവിലെ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് യേശുക്രിസ്തു ജീവിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തിട്ട് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഞാൻ നിങ്ങൾക്ക് ഒരിടം ഒരുക്കുവാൻ, ഭവനമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഒരു ദിനം മടങ്ങി വരും. ഇന്ന് രാവിലെ ആ പ്രത്യാശയിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് രാവിലെ കാഹളം ധ്വനിച്ചാൽ നാം അവനോടുകൂടെ മേഘങ്ങളിൽ രൂപാന്തരപ്പെട്ടെടുക്കപ്പെടും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. But resurrection was a great event. ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ കുറിക്കപ്പെട്ട ഒരു പ്രത്യേക അനുഭവമാണ് ഉയർപ്പ് എന്ന് പറയുന്നത്. But it is not just an event for history. അത് ചരിത്രത്തിൽ എഴുതി മറച്ചു വെക്കുവാനുള്ള ഒരു സംഭവം മാത്രമായിരുന്നില്ല. The resurrection power is still working today. ആ ഉയർപ്പിന്റെ ശക്തിയുടെ പ്രവൃത്തി അന്നു മുതൽ ഇന്നു വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഉയർപ്പിന്റെ ശക്തി കാഹളധ്വനി വരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ഉയർപ്പിന്റെ ശക്തിയുടെ പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഈ ഉയർപ്പിൻ ദിനത്തിന്റെ ഗുണം, നന്മ എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് പ്രവർത്തിച്ച ശക്തി ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. The power that worked 2000 years ago is still working today in 2017, April 17. Praise God. That is the goodness of the resurrection that happened in history. നമ്മുടെ ജീവിതത്തിൽ ഇന്നും ആ ശക്തിക്ക് സ്ഥാനമുണ്ട്. ഇന്നും ആ ശക്തിക്ക് ഒരനുഭവമുണ്ട് എന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളാണ് നാം. What is this power? എന്താണ് ഈ ഉയർപ്പിൻ ശക്തി? എന്തുകൊണ്ട് ഇന്നും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു? ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക പേരിലും അത് പ്രവർത്തിച്ച ഒരനുഭവമുണ്ട്. ഒന്ന്, ട്രാൻസ്ഫോമിംഗ് പവർ, രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യവും 6ഉം 7ഉം വാക്യങ്ങളും വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. 6ഉം 7ഉം വാക്യങ്ങൾ. വരും കാലങ്ങളിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ കാണിക്കേണ്ടതിന് നമ്മെ ഉയർപ്പിച്ച്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ചു. ഇന്ന് പകൽ നാം 4150 ചെസ്ഫുഡ് അവന്യൂവിലെ സാങ്ച്വറിക്കകത്തെ വ്യൂസിൽ അല്ല ഇരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവനാൽ ഉയർത്തപ്പെട്ടിട്ട് ഇന്ന് പകൽക്കാലം സ്ഥാനപരമായി സ്വർഗത്തിൽ അവൻ നമ്മെ
നശിച്ചു പോകുന്ന ഈ ലൗകികമായിരിക്കുന്ന ഈ ലോകം ഒരുക്കിയിരിക്കുന്ന ഒരു കസേരയിലല്ല, നാം അതിക്രമത്തിലും പാപത്തിലും ഉരുണ്ട് കുളിച്ച് കിടന്ന സ്ഥാനത്തു നിന്നും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ ഉയർപ്പിച്ചവന്റെ ശക്തിയാണ് നമ്മുടെ അകത്ത പരിവർത്തനം നടത്തി, രൂപാന്തരം നടത്തി, പിതാവിലേക്ക് നമ്മെ ആകർഷിച്ചിട്ട് അവന്റെ രക്തത്താലുള്ള മോചനം പ്രാപിച്ച്, കഴുകൽ പ്രാപിച്ച്, ഇന്ന് മരിച്ചു കിടക്കുന്നവരല്ല, യേശുവിന്റെ ജീവൻ പ്രാപിച്ച് ആ ജീവനാൽ ഉയർത്തപ്പെട്ടവരായി സ്വർഗത്തിലിരിക്കുന്നവരാണ്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കാം. പറഞ്ഞിട്ടല്ല, അത് ഓർത്താൽ തന്നെ സ്തോത്രം വരണം. പ്രൈസ് ഗോഡ്. കാരണം ഇതാരും നമുക്ക് ഏൽപ്പിച്ചു തന്നാൽ കിട്ടുന്നതല്ല, സ്വർഗത്തിലെ ദാനമായി നമുക്ക് നൽകി തന്നു. നമ്മളെ ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ ആരാ? എന്തായി വ്യതിയാനം? ഉയർപ്പിന്റെ ശക്തി. That is why resurrection power is a transforming power. Praise God. ഉയർപ്പിന്റെ ശക്തി എന്ന് പറയുന്നത് രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. ആ രൂപാന്തരം നമ്മുടെ അകത്ത് കയറിയാൽ, പ്രൈസ് ഗോഡ്, നമ്മെ ഈ ലോകം സ്വാധീനിക്കാൻ ശ്രമിച്ചാലും, ഈ ലോകത്തിലെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ എന്തെല്ലാം തിളങ്ങുന്നത് കൊണ്ടുവന്നാലും, നമ്മുടെ അകത്ത് നമുക്കറിയാം, പ്രൈസ് ഗോഡ്, നമ്മെ രൂപാന്തരപ്പെടുത്തിയ ശക്തിയെ പോലെ നമുക്കൊന്നും നൽകുവാൻ ഈ ലോകത്തിന് കഴിയുകയില്ല. അത് അനുഭവിച്ചറിഞ്ഞ ദൈവത്തിന്റെ പൈതല് ഇന്ന് പകൽക്കാലം സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും നിറഞ്ഞു വരുന്ന ഒരു സ്തോത്ര ആരാധനയാണ്. എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. രൂപാന്തരപ്പെടുത്തിയ എന്നെ പ്രൈസ് ഗോഡ് ദൈവത്തിന്റെ പദ്ധതിയിൽ ഞാനാക്കി മാറ്റിയ എന്നെ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും വലിച്ചെടുത്ത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നിന്നും തുടച്ചു മാറ്റുവാൻ ശത്രു ശ്രമിച്ചപ്പോൾ അവന്റെ കരത്തിൽ നിന്നും ഉയർപ്പിന്റെ ശക്തിയാൽ എന്നെ വീണ്ടെടുത്ത് ആ കുഴിയിലേക്ക് ഇറങ്ങി വന്ന് 99 വിട്ടിട്ട് എന്നെ പൊക്കിയെടുത്ത് അവന്റെ തോളിലേറ്റി ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ സകല ഓഹരിക്ക് നമ്മളെ അവകാശികളാക്കി സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തി. ഇന്ന് രാവിലെ ഞാൻ നിൽക്കുന്നത്, ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയിലാണ് നിൽക്കുന്നത്. അത് ലോകത്തിന്റെ പദ്ധതിയിലല്ല, ലോകത്തിന്റെ കണക്കുകൂട്ടലിലല്ല, ലോകത്തിന്റെ പരിപാടിയിലല്ല. ഇന്ന് രാവിലെ ഞാൻ ശ്വസിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയിലാണ്. Hallelujah. There is a divine purpose of God about each one of us. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ഒരു ദൈവ പദ്ധതിയുണ്ട്. അത് ഉലക സ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവേശുവിൽ എന്നെയും നിങ്ങളെയും അതിനകത്ത് ദൈവം തെരഞ്ഞെടുത്തു വെച്ചിരുന്നു എന്ന് ഓർക്കുമ്പോൾ, ഇന്ന് രാവിലെ രൂപാന്തരപ്പെട്ട ദൈവജനമേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്റെ അപ്പന്റെയും അമ്മയുടെയും മനസ്സിൽ ഞാനെന്ന ചിന്ത വരുന്നതിന് മുമ്പേ, അല്ല അതിനപ്പുറത്ത് അവരുരുവാകുന്നതിന് മുമ്പേ, ഇല്ല അതിനപ്പുറത്ത് അവരുടെ പിതാക്കന്മാർ ഉരുവാകുന്നതിന് മുമ്പേ, ഇല്ല അതിനപ്പുറത്ത് ഉലക സ്ഥാപനത്തിന് മുമ്പേ എന്നെ കണ്ടിട്ട് ക്രിസ്തുയേശുവിൽ ഈ ഉയർപ്പിൽ എന്നെ തിരഞ്ഞെടുത്ത് ഒരു ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ആക്കി വെച്ച ദൈവകൃപയോർത്ത് ഇന്ന് രാവിലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതിനുവേണ്ടി എന്നെ ശക്തീകരിച്ച, എന്നെ രൂപാന്തരപ്പെടുത്തിയ ഉയർപ്പിന്റെ ശക്തിക്കായി ഇന്ന് രാവിലെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മളെ ദൈവ പദ്ധതിയിൽ നമ്മളാക്കി തീർത്തതാണ് ഒരു നന്മ. പ്രൈസ് ഗോഡ്. നമ്മളെ ദൈവ പദ്ധതിയിൽ നമ്മളാക്കി തീർത്തതാണ് നമ്മ. അതറിയാതെ പോയിരുന്നെങ്കിൽ
നഷ്ടമെന്ന് ചിന്തിച്ചേ. എന്തെങ്കിലും ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ജീവിച്ച് ഈ മണ്ണിൽ അവസാനിക്കേണ്ടവരായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മരണത്തെ പോലും പേടിക്കാതെ ഇന്നിവിടെ ഉരുണ്ട് വീണ് ജീവൻ പോയാൽ അതെനിക്ക് ലാഭമെന്ന് പറയത്തക്കവണ്ണം പ്രൈസ് ഗോഡ് നമ്മെ രൂപാന്തരപ്പെടുത്തിയെടുത്ത ആ ദൈവത്തിന്റെ നന്മ, അത് ഉയർപ്പിന്റെ ശക്തിയാണ്. ഇന്ന് രാവിലെ ആ ഉയർപ്പിന്റെ ശക്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നമ്മെ ഓർത്തോണം, നമ്മെ ദൈവ പദ്ധതിയിൽ നാം ആക്കി തീർത്തതാണ് ഉയർപ്പിന്റെ നന്മ. പ്രൈസ് ഗോഡ്. അത് ഇന്ന് രാത്രി ഈ പകൽക്കാലം ഇവിടെ ആരെങ്കിലും അനുഭവിച്ചിട്ടില്ലെങ്കിൽ ആ ഉയർപ്പിന്റെ ശക്തി ഇന്ന് രാവിലെ പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ അങ്ങ് ഉയർത്തെഴുന്നേറ്റത് എന്നെ പാപത്തിൽ നിന്നും വിടുവിച്ച് എനിക്ക് രൂപാന്തരം തന്ന് എന്നെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതിയിൽ എന്നെ കൊണ്ടുവരാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വായുകൊണ്ട് ഒരു വാക്കേറ്റ് പറഞ്ഞാൽ ഇന്ന് രാവിലെ നിന്നെ കുറിച്ച് സ്വർഗം എഴുതി വച്ചിരിക്കുന്ന ആ ദൈവ പദ്ധതിക്കകത്ത് ദൈവം ഉയർപ്പിന്റെ ശക്തിയാൽ നിന്നെ കൊണ്ടുവരും. അതിന് ദൈവം ഇടയാക്കട്ടെ. ആ അനുഭവം പ്രാപിച്ച ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ പദ്ധതിയിലല്ല. ഞാൻ ആ വാക്യങ്ങളൊന്നും വായിക്കുവാൻ സമയമെടുക്കുന്നില്ല. ലേഖനം 2-ാം അധ്യായത്തിൽ അവിടെ വിവരിക്കുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരതയും ഇല്ലാതെ, യാതൊരു സ്ഥിരതയും ഇല്ലാതെ കാറ്റ് എങ്ങോട്ട് തട്ടുന്നോ അങ്ങോട്ട് കരിയില പറക്കുന്നത് പോലെ ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് പോയൊരു ദിനമുണ്ടായിരുന്നു. എന്നാൽ ഉയർപ്പിന്റെ ശക്തിയാൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ ഉയർപ്പിച്ചത് കൊണ്ട് ഇന്ന് നാം ഒരു ലക്ഷ്യമില്ലാത്തവരല്ല, ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നവരല്ല. നമുക്ക് എന്തു വന്നാലും ഒന്നെനിക്കറിയാം, നമുക്കൊരു ലക്ഷ്യമുണ്ട്. നിത്യതയിൽ എന്റെ ദൈവത്തോടുകൂടെ യുഗായുഗങ്ങൾ കോടി വിശുദ്ധന്മാരോട് കൂടെ ആരാധനയെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിനോട് കൂടെ വരുവാൻ പോകുന്ന ഒരു ദിനമുണ്ട്. ആ ലക്ഷ്യമാണെന്ന് പകൽക്കാലം നമുക്കുള്ളത്. ഈ യാത്രയിൽ എന്തു സംഭവിച്ചാലും അതിനും നമുക്കൊരു മറുപടിയുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്റെ ദൈവം സകലതും നന്മയ്ക്കാക്കി കൊണ്ടുവരും എന്നുള്ളത് കൊണ്ട് എന്ത് വന്നാലും, ക്ഷീണം വന്നാലും, രോഗം വന്നാലും, ഇല്ലായ്മ വന്നാലും, പ്രയാസം വന്നാലും, പ്രതികൂലം വന്നാലും എനിക്ക് വിഷയമല്ല. ഉയർപ്പിന്റെ ശക്തിയാൽ എന്നെ രൂപാന്തരപ്പെടുത്തിയവൻ ഒരു ദിവസം എല്ലാം നന്മയ്ക്കാക്കി കൊണ്ടുവരും. Praise God. Transforming power. രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. എന്താണ് ഉയർപ്പിന്റെ നന്മ? എന്നെ ദൈവ പദ്ധതിയിൽ ഞാനാക്കി മാറ്റിയത് അത് ഉയർപ്പിന്റെ നന്മയാണ്. എത്ര പേര് സന്തോഷമുണ്ട് രാവിലെ? എത്ര പേർ മനസ്സിലാക്കുന്ന ആ പദ്ധതിക്കകത്താണ് ഞാൻ? ഞാൻ ദൈവ പദ്ധതിയിലാണ്. ഉറക്കെ പറ, ഞാൻ ദൈവ പദ്ധതിയിലാണ്. പ്രൈസ് ഗോഡ്. ഇവിടെയുള്ള എല്ലാ ശക്തികളും ഒരുമിച്ച് കേൾക്കട്ടെ. നമ്മുടെ വായിൽ നിന്ന് വരുന്നത് ഞാൻ ദൈവ പദ്ധതിക്കകത്താണ്. പ്രൈസ് ഗോഡ്. അത് മറ്റൊന്നും കണ്ടല്ല. അവനെ തടഞ്ഞു വെക്കുവാൻ പൈശാചികൻ ശ്രമിച്ചുവെങ്കിൽ അതിനപ്പുറത്തായിട്ട് എന്നെയും നിന്നെയും ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അവനും ദൈവ പദ്ധതിക്കകത്തായിരുന്നു. അതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ദൈവ പദ്ധതിയിൽ ആയിരിക്കുന്ന ഞാനും നിങ്ങൾ ഒരു രൂപാന്തരം പ്രാപിച്ചെങ്കിൽ ഉയർപ്പുണ്ട്. നമ്മുടെ ദൈവ പദ്ധതിക്കകത്താ കേട്ടോ. അതുകൊണ്ട് സന്തോഷത്തോടെ കരഞ്ഞോണം. പ്രൈസ് ഗോഡ്. കണ്ണുനീര് വരുന്നെങ്കിൽ ദുഃഖത്തിന്റെ കണ്ണുനീരായിരിക്കരുത്, അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരിക്കണം. കാരണം ദൈവ പദ്ധതിക്കകത്താണ്. രണ്ടാമതായി, this power is breaking power. തകർക്കുന്ന
ശക്തിയാണ്. Praise God. It's a militant power. ആക്രമണ ശക്തിയുള്ള ഒരു മിലിറ്റന്റ് പവർ എന്ന് പറയുന്നത്, പ്രൈസ് ഗോഡ്, ഒരു രാജ്യത്തിന്റെ ശക്തി തെളിയിക്കുന്നത് അതിന്റെ മിലിറ്ററി പവറിലാണ്, അല്ലേ? ഇന്ന് പല രാജ്യങ്ങളും അവർ പ്രാപിച്ചെടുത്ത ന്യൂക്ലിയർ ആയുധത്തിന്റെ ബലത്തിലാ പല വാക്കുകളും പറയുന്നത്. അത് എത്രമാത്രം ദൂരം സഞ്ചരിപ്പിക്കത്തക്കവണ്ണം അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തോ അത്രമാത്രം ആ നേതാക്കന്മാരുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. എത്ര പ്രായം കുറഞ്ഞവനായാലും, എത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തിയായാലും, ആ ശക്തിയുടെ ബലത്തിൽ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. കാരണം അവർ ആശ്രയിക്കുന്നത് അവരുടെ ബലമല്ല, അവർ പ്രതിദാനം ചെയ്യുന്ന രാജ്യത്തിന്റെ ശക്തി. പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ ദൈവ പൈതലേ, നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല. ഇവിടെ നാം അന്യരും പരദേശികളുമാണ്. നമുക്കൊരു നഗരമുണ്ട്. നമുക്ക് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണമുണ്ട്. അതൊരു സ്വർഗീയ പട്ടണമാണ്. നാം അവിടുത്തെ പൗരന്മാരാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ പൗരത്വം ഇവിടെയല്ല. നമ്മുടെ പൗരത്വം നോർത്ത് അമേരിക്കയിലല്ല. നമ്മുടെ പൗരത്വം ഏഷ്യയിലല്ല. നമ്മുടെ പൗരത്വം, പ്രൈസ് ഗോഡ്, ഇന്ന് കാണുന്ന ഒരു രാഷ്ട്രങ്ങളിലുമല്ല. യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തിയാൽ രൂപാന്തരം പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതലിന്റെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ, സ്വർഗത്തിൽ ആയിരിക്കുന്ന പൗരത്വം സ്വീകരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമ്മളെ നയിക്കുന്ന ശക്തി സകലത്തെയും തകർക്കുവാൻ കഴിയുന്ന ആക്രമണ ശക്തിയുള്ള ഒരു സ്വർഗീയ ശക്തിയാണ്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിക്കൽ, ഈ ശക്തി broke all the plans of the enemy. പിശാചിന്റെ, ശത്രുവിന്റെ നാളുകൾ കൊണ്ട് കണക്ക് കൂട്ടി എഴുതി വെച്ച് വരച്ചു വെച്ച് ആക്കി വെച്ച്, മാറ്റേണ്ടതൊക്കെ മാറ്റി, ചെയ്യേണ്ടതൊക്കെ ചെയ്ത്, ഒരുക്കേണ്ടതൊക്കെ ഒരുക്കി, എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിട്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇതിനെയെല്ലാം തകർത്ത് പൊളിച്ചടിക്കുവാരി. പ്രൈസ് ഗോഡ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൊളിച്ചടിക്കുവാരി. കാൽവറി കുലമരത്തിൽ വെച്ചിട്ട് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവനെ പരസ്യ കൊലമാക്കി. ഓ ഹല്ലേലൂയ. മൂന്നാം ദിനം ഈ ഉയർപ്പിന്റെ ശക്തി ഇതിനെയെല്ലാം കൂടെ എടുത്തൊരു മൂലയിൽ വെച്ചിട്ട്, പ്രൈസ് ഗോഡ്, ഉയർത്തെഴുന്നേറ്റു എന്ന ശക്തിയോടെ പുറത്തു വന്നെങ്കിൽ ഇന്ന് രാവിലെ ആ രാജ്യത്തിന്റെ അംഗങ്ങളായിരിക്കുന്ന രൂപാന്തരത്തിന്റെ ശക്തിയാൽ ആ രാജ്യത്തിന്റെ അംഗങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്നിലും നിന്നിലും വ്യാപരിക്കുന്ന ശക്തി സകലത്തെയും പൊളിച്ചടുക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ ശക്തിയാണ്. ഇതാണ് ഉയർപ്പിന്റെ നന്മ. Praise God. Hallelujah. അതുകൊണ്ട് ഏതെങ്കിലും മൂല കുത്തിയിരുന്ന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ചർച്ചിന്റെ മൂല കുത്തിയിരുന്ന് അയ്യോ പപ്പോ എന്ന് പറയാനല്ല ഇന്ന് രാത്രി ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തിയത്. Praise God. Praise God. പൊളിച്ചടുക്കണം. എത്ര പേർ തയ്യാറാ? നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മളിൽ വ്യാപരിക്കുന്ന. കാരണം ഞാൻ ആ വാക്യം വായിച്ചു, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്
ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ അവൻ ജീവിപ്പിക്കും. അതേ ആത്മാവിനാൽ ഇന്ന് പകൽക്കാലം ഒരു ജീവൻ ഉണ്ട്, ഒരു ഉയർപ്പുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശത്രുവേ, ഞാൻ നിന്നെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവ സാന്നിധ്യത്തിൽ ഞാൻ തന്റേടത്തോടെ, ദൈവിക അധികാരത്തോടെ, ദൈവിക അഭിഷേകത്തോടെ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാണ്, ഇന്നും നീ പദ്ധതി കൂട്ടുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഈ ശക്തിയാൽ അതിലെ ഞാൻ പൊളിച്ചെടുക്കും. എത്ര പേര് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? എന്നിൽ വ്യാപരിക്കുന്ന ശക്തി, എന്നെ രൂപാന്തരപ്പെടുത്തിയ ശക്തി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ശത്രുവിന്റെ സകല പദ്ധതിയെ പൊളിക്കുവാൻ 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 പൊളിച്ചെടുക്കുവാൻ ഇന്ന് രാവിലെ ശക്തിയുണ്ട്. ചിലപ്പോൾ ചില ദിവസങ്ങൾ നീ എഴുന്നേൽക്കുമ്പോ നീ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളും, നീ ചിന്തിക്കാത്ത തടസ്സങ്ങളും, നീ ആഗ്രഹിക്കാത്ത കല്ലുകളും, മുന്നോട്ട് പോകുവാൻ അനുവദിക്കാത്ത പടയാളികളും ഒക്കെ ഉണ്ടെങ്കിലും നീ വിശ്വസിക്കുക, രൂപാന്തരപ്പെടുത്തിയവൻ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഇടത്തു നിന്നും എന്നെ രൂപാന്തരപ്പെടുത്തി ഉയർപ്പിച്ചവൻ, ഹല്ലേലൂയ, ഇതിനകത്തു എന്നെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ഗോഡ്, അവനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഞാനും കൂടെ അത് പൊളിച്ചടുക്കും. ഹല്ലേലൂയ. അത് വെറുതെ രഹസ്യത്തിലല്ല, അത് മറ്റുള്ളവർ കണ്ട് അത് പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കും. കാരണം നമ്മുടെ സൈന്യത്തിന്റെ അധിപൻ ആരാ? യഹൂദ ഗോത്രത്തിന്റെ സിംഹം. Praise God. He will never make a mistake. ഈ യുദ്ധക്കളരിയിൽ, ഈ പോരാട്ട പടർക്കളത്തിൽ അവനൊരു തെറ്റൊരിക്കലും സംഭവിക്കുകയില്ല. ഇന്ന് രാവിലെ വിശ്വസിക്കും, എന്റെ നായകൻ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ എന്റെ പട നയിക്കുമ്പോൾ, സ്വർഗത്തിന്റെ പട നയിക്കുമ്പോൾ, ആ പടക്കകത്താണ് ഞാനെങ്കിൽ എനിക്ക് പരാജയമില്ല. എത്ര പേര് രാവിലെ പറയും, എനിക്ക് പരാജയമില്ല, എനിക്ക് പരാജയമില്ല, എനിക്ക് പരാജയമില്ല. പട നയിക്കുന്നവൻ, പട നയിക്കുന്നവൻ, അല്ലെങ്കിൽ സകല ശത്രുവിന്റെ പദ്ധതിയെ പൊളിച്ചടിക്കവനാണ് പട നയിക്കുന്നത്. അവനെ പോലെ അനുഭവമുള്ളവൻ, അവനെ പോലെ എക്സ്പീരിയൻസ് ഉള്ളവൻ വേറെ ഇല്ല. നമുക്ക് ഈ ലോകത്തിൽ മറ്റാരെയും കിട്ടുകയില്ല. ഇന്ന് രാവിലെ അനുഭവമുള്ളവൻ പട നയിക്കുമ്പോൾ അതിന്റെ പുറകെ നിന്നിട്ട് പറ, ഞാൻ ജയാളി. എന്തുകൊണ്ട്? എന്റെ നായകൻ ജയാളി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സകലത്തെയും തകർക്കുന്ന ശക്തി. എന്തായി സകലത്തെയും? ഞാൻ പറഞ്ഞു, ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞ് എനിക്ക് വിവരിക്കാൻ സമയമില്ല. സകല ശത്രുവിന്റെ പദ്ധതികളെയും തകർക്കുന്നു. പ്രൈസ് ഗോഡ്. 3 ഈ ശക്തിയുടെ ഗുണം കൺസ്ട്രക്റ്റിംഗ് പവർ. പണിയുന്ന ശക്തി. കൺസ്ട്രക്ഷൻ എന്നുള്ള വാക്കിന് മലയാളത്തിൽ പണിയുക, ഉണ്ടാക്കുക, രൂപകൽപ്പന ചെയ്യുക, നിർമ്മിക്കുക എന്നൊക്കെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചു പോകും. പ്രൈസ് ഗോഡ്. ഈ ശക്തിക്ക് പണിയുവാൻ കഴിയും. എങ്ങനെ അറിയാം? അവന്റെ വാക്കുകൾ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. ഹലോ, ജീവിച്ചിരിക്കുമ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിൻ. അവൻ പറഞ്ഞത് ഏത് മന്ദിരത്തെ കുറിച്ചാ?
തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ച്. പലരും വിചാരിച്ചവൻ പറഞ്ഞത് യെരുശലേം ദേവാലയത്തെ കുറിച്ചാണെന്ന്. എന്നാൽ അവൻ പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിൻ. എത്ര ദിവസം കൊണ്ടാ? 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. പ്രൈസ് ഗോഡ്. പണിതോ? ഹലോ, നിങ്ങളെന്താ ഉത്തരം പറയാതെ? ഉറക്കെ പറ. പണിതു. 3-ാം ദിവസം സകല പദ്ധതികളെയും പൊളിച്ചിട്ട് അവൻ പണിതു. പ്രൈസ് ഗോഡ്. പണിതത് ഒരു രൂപാന്തരപ്പെട്ട ശരീരത്തെ, മഹത്വമേറിയ ശരീരത്തെ, തേജസ്സേറിയ ശരീരത്തെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് പ്രത്യക്ഷമാകുവാൻ പറ്റിയ ശരീരത്തെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ശരീരത്തെ, തിരിച്ചറിയുവാൻ കഴിയുന്ന ശരീരത്തെ, നടക്കുവാൻ കഴിയുന്ന ശരീരത്തെ. പ്രൈസ് ഗോഡ്. കൂടെ സാവധാനതയിൽ പ്രൈസ് ഗോഡ് നടക്കുവാൻ കഴിയുന്ന ശരീരത്തെ, കൂടെ നടക്കുമ്പോൾ തന്നെ പ്രൈസ് ഗോഡ് അവരുടെ സംശയങ്ങളെ മാറ്റിക്കൊടുക്കുവാൻ, സംസാരിക്കുവാൻ കഴിയുന്ന ശരീരത്തെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സംശയിച്ച് കരഞ്ഞ് നിലവിളിച്ച് ആര് കൊണ്ടുപോയി, എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഒരു പാവം സ്ത്രീ നിൽക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ട് ഒറ്റ വാക്ക് വിളിക്കുമ്പോൾ മറിച്ച് റബ്ബൂനി എന്ന് വിളിക്കത്തക്കവണ്ണം രൂപാന്തരപ്പെട്ട ശരീരത്തെ. ഓ ഹല്ലേലൂയ. ഇതൊക്കെ ആത്മീക ദൂതുകൾ. ഇന്ന് അവനെ ഏറ്റെടുത്തോണം. അവൻ തന്നിരിക്കുന്ന ശക്തി പണിയുന്ന ശക്തിയാണ്. ശത്രു പൊളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പണിയും. പ്രൈസ് ഗോഡ്. അതിന്റെ വ്യക്തമായ തെളിവാണ് പൊളിച്ചത് ക്രിസ്തുവിനെയാണ്. പ്രൈസ് ഗോഡ്. അവനെ പൊളിച്ച് കല്ലറയ്ക്കകത്താക്കിയിട്ട് അവർ മാറിയിരുന്ന് പറഞ്ഞു, ആഹാ എന്ത് തീർന്നു. എന്നാൽ 3-ാം ദിവസം അവനിൽ വ്യാപരിച്ച് ആത്മാവിന്റെ ശക്തിയാണ് അവൻ അത് പണിതെടുത്തെങ്കിൽ ആ പണി പണ്ടത്തെ പോലൊരു പണിയല്ല, തേജസ്സിന്റെ പണിയാണെങ്കിൽ ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന ദൈവപ്രിയരെ, ശത്രു പൊളിക്കുന്നതൊക്കെ ഈ ശക്തിയാൽ നിനക്കും എനിക്കും പണിയുവാൻ കഴിയും. ആ പണി എന്ന് പറയുന്നത് അവനോട് കൂടെ ചേർന്നുള്ള പണിയാണ്. ആ പണി പൂർത്തിയാകുമ്പോൾ അതൊരു സാധാരണ പണിയല്ല, അതൊരു ഓർഡിനറി പണിയല്ല, അതൊരു അസാധാരണമായ പണി, അതൊരു സ്വർഗീയമായ പണി, അത് ഹല്ലേലൂയ ശ്രേഷ്ഠമായ പണി. അനേകർ അവരുടെ മൂക്കത്ത് വിരൽ വെക്കത്തക്കവണ്ണം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കത്തക്കവണ്ണം ഒരു ശ്രേഷ്ഠമായ പണി, ഒരു ശ്രേഷ്ഠമായ പണി. അതാണ് ഈ ശക്തിയുടെ നന്മ, അതാണ് ഉയർപ്പിന്റെ നന്മ. ഹല്ലേലൂയ. എത്ര പേര് രാവിലെ അനേക വിഷയങ്ങളിൽ ഇതിനി പണിയാൻ പറ്റുമോ, ഇതിന്റെ പുറത്തിനി ഒരു കല്ല് വെക്കാൻ പറ്റുമോ, ഇതിനകത്തിനി ഒരു നന്മ ഉണ്ടാകുമോ, ഇനിയൊരു സൗഖ്യമുണ്ടോ, ഇനിയൊരു ആരോഗ്യമുണ്ടോ, ഇനിയൊരു സന്തോഷമുണ്ടോ, ഇനി പണ്ടത്തെ പോലെ എനിക്ക് ഓടാൻ പറ്റുമോ എന്നൊക്കെ നീ വിചാരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറയുന്നു, പണ്ടത്തെ പോലെ ഓടുകയല്ല, അതിലും ശ്രേഷ്ഠമായി ഒരു തേജസ്സിന്റെ അനുഭവം, ഒരു തേജസ്സിന്റെ പണി എന്തിനെന്തെങ്കിലും നടത്തുവാൻ ശക്തമായ ഒരാത്മപ്രവാഹം അവൻ എനിക്കും നിനക്കും ഉയർപ്പിന് ശക്തിയാൽ നൽകി തന്നിരിക്കുകയാണ്. ആ ശക്തി, അതാണ് അതിന്റെ നന്മ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന, വിദൂരതയിൽ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിൽ പിശാച് സകലതും തകർത്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എല്ലാം ഇടഞ്ഞുപോയി, എല്ലാം പൊളിഞ്ഞുപോയി, ഇനി ഇതിനൊരു വിജയമില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഇന്ന് രാവിലെ ഉയർപ്പിന്റെ ശക്തിയുടെ നന്മ അവൻ പറഞ്ഞു. അവൻ പണിയുന്നവനാണ്. അവൻ അവനെ പണിത് വെളിപ്പെടുത്തിയെങ്കിൽ അവൻ രൂപാന്തരപ്പെടുത്തിയ നിന്നെയും അവൻ പണിയും. വിശ്വസിക്കുക, ഇത് ഉയർപ്പിന്റെ നന്മയാണ്. Glory Jesus. Glory Jesus. അതിന് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കണം.
പണിയുന്ന ശക്തി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരൊറ്റ ഉദാഹരണമേ ഞാൻ പറഞ്ഞുള്ളൂ, സമയമില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിരാശപ്പെടരുത് കേട്ടോ, ഭാരപ്പെടരുത്. ഒരു 3-ാം ദിവസമുണ്ട്. അത് വെറുതെ ഉള്ളൊരു ദിവസമല്ല, അത് പണിയുടെ ദിവസമാണ്. 4 is a conquering power. പിടിച്ചടക്കുന്ന ശക്തി. കോൺകറിങ്, പിടിച്ചടക്കുക, കീഴ്പ്പെടുത്തുക എന്നൊക്കെ പറയും. അതൊരു മിലിറ്ററി വേർഡാണ്. ഒരു രാജ്യത്തിന്റെ ശക്തി പോയിട്ട്, ഒരു സൈന്യം പോയിട്ട് മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തി, മറ്റൊരു രാജാവിനെ കീഴ്പ്പെടുത്തി, മറ്റൊരു ഭരണാധികാരിയെ കീഴ്പ്പെടുത്തി ആ ദേശത്തെ പിടിച്ചടക്കുന്ന ശക്തി. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. നമുക്കെതിരായിട്ടൊരു രാജാവുണ്ട്. ഈ ലോകത്തിന്റെ അധിപൻ എന്ന അവന്റെ പേര്. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിന്റെ അധിപൻ. അതുകൊണ്ടാണ് അവൻ കർത്താവിന്റെ അടുക്ക വന്ന് പറഞ്ഞത്, ഐ വോൺ ഇറ്റ്. നീ ഒന്ന് ചെയ്താൽ മതി, എന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം അങ്ങ് തന്നേക്കാം, ഫ്രീ ഓഫ് കോസ്റ്റ്. പക്ഷെ എഴുതിയിരിക്കുന്നത് അറിയാവുന്നത്, എഴുതിയതിനെ അറിയാവുന്നവൻ എഴുതിയത് കൊണ്ട് അവനെ ശാസിച്ചു. പ്രൈസ് ഗോഡ്. എന്നിട്ട് വെയിറ്റ് ചെയ്തു അവന്റെ സമയത്തിനായി. അവന്റെ സമയം വന്നപ്പോൾ ശത്രു പദ്ധതിയിട്ട് കൊണ്ടുവന്ന് അവനെ നമസ്കരിക്കാഞ്ഞത് കൊണ്ട്, അവൻ പറഞ്ഞു ഓഫർ എടുക്കാഞ്ഞത് കൊണ്ട്. പ്രൈസ് ഗോഡ്. He gave an offer and Christ rejected that offer. ആ ഓഫർ എടുക്കാഞ്ഞത് കൊണ്ട്, പ്രൈസ് ഗോഡ്, അവൻ സകലതും അവനെതിരായി പണിതു. അപ്പൊ വിചാരിച്ചു ഇനി ഇതെല്ലാം എൻ്റെ കയ്യിൽ തന്നെയാണ്. പക്ഷെ ഒരു ദിവസം അവൻ ഇരുന്നിടത്ത് ചെന്ന്, വിവരിക്കാൻ സമയമില്ല, അവൻ ഇരുന്നിടത്തേക്ക് കയറി ചെന്നിട്ട്, പ്രൈസ് ഗോഡ്, നമസ്കരിച്ചിട്ടല്ല, കൊണ്ടുവാക്കി എന്ന് പറഞ്ഞ് സകലത്തിൻ്റെയും താക്കോൽ ഏറ്റുവാങ്ങി. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സകലത്തെയും അതിജീവിച്ചവനായി, പ്രൈസ് ഗോഡ്, സകലത്തെയും കീഴ്പ്പെടുത്തിയവനായി, സകലത്തെയും പിടിച്ചടക്കിയവനായി അവൻ ഉയർത്തെഴുന്നേറ്റതാണ് ഉയർപ്പിന്റെ ശക്തിയുടെ നന്മ. Praise God. The resurrection day goodness is that he conquered everything. ഇന്ന് പല ഓഫറുകൾ അവൻ തരുമ്പോ നീ അതിന്റെ മുൻപിൽ വീണു പോകരുത്. ദൈവസമയത്തിനായി കാത്തിരുന്നിട്ട്, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഉയർത്തെഴുന്നേറ്റവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു അതിനു വേണ്ടി കാത്തിരുന്നാൽ, പ്രൈസ് ഗോഡ്, കീഴ്പ്പെടുത്തി സകലതും ഏറ്റെടുത്ത് എന്റെ കയ്യിലും നിന്റെ കയ്യിലും തന്നിരിക്കുക. പ്രൈസ് ഗോഡ്. നമുക്കിപ്പോ എന്തോ ഇല്ലാത്ത? ഹലോ, എന്താ ഇല്ലാത്ത? അതെന്താ ഒരാളെ പറഞ്ഞോളൂ? എത്ര പേർക്ക് പറയാൻ പറ്റും? എല്ലാം ഉണ്ടെന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ ഉറക്കെ വാങ്ങിൽ പറയാൻ പറ്റും? പ്രൈസ് ഗോഡ്. കാരണം ഉയർപ്പിന്റെ ശക്തിയാൽ അവനെല്ലാം വീണ്ടെടുത്ത് അവന്റെ കയ്യിൽ അവകാശമാക്കിയിട്ട് സ്വർഗത്തിൽ ഇരുത്തിയ ചടുത്തത് നമ്മളെ. പ്രൈസ് ഗോഡ്. ഇന്നാ മോനെ എന്ന് പറഞ്ഞ് നമുക്ക് തന്നെങ്കിൽ ഇന്നിപ്പോ നമ്മുടെ കയ്യില. ഹല്ലേലൂയ. ഉയർപ്പിന്റെ ശക്തിയുടെ ഗുണം അതാ. ഇന്ന് രാവിലെ മറ്റെല്ലാം പ്രൈസ് ഗോഡ് മാറ്റി വെച്ചിട്ട് ഈ ബലത്തോടെ പോകണം. എനിക്ക് ദൈവം എല്ലാം തന്നിട്ടുണ്ട്. God has
has given me everything. I don't lack anything. എനിക്ക് ഒരു ഓഫറും വേണ്ട. I don't need to deal with the devil. എനിക്ക് ഈ പിശാചുമായിട്ട് ഹല്ലേലൂയ ഒരു വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ല. അവന്റെ അടുക്ക് ഇത് വേണോ അത് വേണോ, ഇത് തന്നാ ഇത് തരാം, ഇങ്ങനെ ചെയ്താ അങ്ങനെ ചെയ്യാനോ ഒന്നും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഇവനുമായിട്ട് ഒരു വാദപ്രതിവാദവും നടത്തണ്ട. ഇന്ന് രാവിലെ ധൈര്യത്തോടെ പറ, എന്നെ ജീവിക്കും ഞാനും എന്നേക്കും ജീവിക്കയാണ്. എന്നെ ജീവിക്കും ഞാനും എന്നേക്കും ജീവിക്കയാണ്. ഇനി തന്നെ പിന്നൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ ശുഭത്രേ.
സ്തുതിക്കുന്നു. ഈ ഉയർപ്പിൻ പ്രഭാതത്തിൽ ഉയർപ്പിന്റെ നന്മകളെ അങ്ങ് ഞങ്ങളെ ഒന്നുകൂടെ ഓർപ്പിച്ച കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഏകനല്ല, ഞങ്ങൾ ഒരു സൈന്യത്തോടു കൂടെ നിൽക്കുന്നു, ഒരു സ്വർഗീയ സൈന്യത്തോടു കൂടെ നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണിയുവാൻ കഴിയുന്ന, ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, ശാക്തീകരിക്കുവാൻ കഴിയുന്ന, രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ നാഥനോടൊപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ നിൽക്കുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കോൺകറി ചെയ്തത്, കീഴടക്കിയത്, പിടിച്ചടക്കിയത് ഇന്ന് രാവിലെ ഞങ്ങൾ അവകാശം വയ്ക്കുന്ന കർത്താവേ, അങ്ങയുടെ നന്മകളാൽ ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം സ്വർഗസ്ഥ പിതാവേ.